നമസ്കാരം. ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് കനത്ത ആക്രമണം ഉണ്ടായി. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള തുറമുഖ നഗരങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തെ തുടർന്ന് 8 IRGC സൈനികരും അതുപോലെ തന്നെ 3 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇറാന്റെ ഒരു പ്രതികരണം അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രതികരണമാണ്. ഇറാൻ പറഞ്ഞത്, ട്രംപ് കുറച്ചു സമയം കാത്തിരിക്കൂ, തിരിച്ചടി എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ഒരു നീക്കവും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ കപ്പൽ ഇവിടെ ഒമാൻ തീരത്തുകൂടെ അമേരിക്കൻ നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തി. ഈ ഇന്ത്യൻ കപ്പലിനെ ഇറാൻ മടക്കി അയച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഒരു കാരണവശാലും ഹോർമൂസിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ അനുവദിക്കില്ല, അമേരിക്കയുടെ ഒരു കളിയും ഹോർമൂസിൽ നടക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വരും മണിക്കൂറുകളിൽ അതിശക്തമായൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കണം. അത് ഉറപ്പായും അമേരിക്കക്ക് കിട്ടിയിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും ഇവിടെ കുവൈത്തിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും ഒക്കെ 85ഓളം അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് ബഹ്റൈനും കുവൈത്തും ഒക്കെ പറയുന്നത്. പക്ഷെ അമേരിക്കക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 13ഓളം അമേരിക്കൻ സൈനികർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അമേരിക്കക്ക് കൊണ്ടപ്പോഴാണ് അമേരിക്ക ഇവിടെ ബന്ദർ അബ്ബാസിലേക്കും മറ്റുമൊക്കെ ശക്തമായ ആക്രമണം നടത്തിയത്. എന്തായാലും ഈ ആക്രമണത്തിന് മറുപടി ഇല്ലാതെ പോകില്ല, കുറച്ചു സമയം കാത്തിരിക്കൂ എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായ ഒരു നീക്കം അമേരിക്കയുടെ ഈ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ചില പ്രമുഖരെങ്കിലും അത്തരത്തിലൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതായത് ഗൾഫ് മേഖലകളിലേക്ക് അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ഏറ്റവും അവസാനം ആക്രമണം നടത്തിയിരിക്കുന്നത്. പാലങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരിക്കലും ലക്ഷ്യം വെക്കില്ല എന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ പ്രവർത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ഗൾഫ് മേഖലകളിലേക്ക് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകും എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം. സമൂഹ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ബുർജ് ഖലീഫ കാണാത്തവരൊക്കെ ഇപ്പോൾ പോയി കണ്ടോളൂ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. നമുക്ക് എന്തായാലും ആ ഒരു പ്രതികരണം ഒരു തമാശയായി എടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ബഹ്റൈനിലേക്കും സൗദിയിലേക്കും ഒക്കെ പ്രധാനപ്പെട്ട പാലങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ശക്തമായ ആക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതായത് ട്രംപ് കാത്തിരിക്കൂ, കുറച്ചു മണിക്കൂർ സമയം നിങ്ങൾ കാത്തിരിക്കൂ, എന്താണ് ഞങ്ങളുടെ തിരിച്ചടി, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നിങ്ങൾ അധികം വൈകാതെ മനസ്സിലാക്കും എന്നൊരു പ്രതികരണം, അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ഈ ഒരു കരാറും ഒരു ചർച്ചയും ഇനി തൽക്കാലം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. കരാറൊക്കെ അവസാനിച്ചു എന്ന് ട്രംപും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആളുകളെ കൊല്ലുന്ന വിധത്തിലുള്ള ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വരും സമയങ്ങളിൽ കാർഗോ ദ്വീപ് ഉൾപ്പെടെ പിടിച്ചെടുക്കും എന്നുള്ള ഭീഷണി പോലും അമേരിക്ക മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഇറാനും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ വലിയ വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.